കൊക്കാനിശ്ശേരി മടത്തമ്പടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂർവികാചാരത്തോടെ 62 വർഷങ്ങൾക്കു ശേഷം നെയ്യമൃത് സംഘം പയ്യാവൂർ സമർപ്പണം നടത്തും. ഈ മാസം 21-നാണ് നെയ്യമൃത് സംഘം പുറപ്പെടുക. നെയ്യമൃത് മഹോത്സവം വളരെ അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ്. ഈ പയ്യന്നൂർ പ്രദേശത്ത് വിവിധ മഠങ്ങളിൽ വളരെ കാലം മുന്നെയൊക്കെ ഇത്തരം പയ്യാവൂരിലേക്കുള്ള നെയ്യമൃത് സംഘത്തിൻ്റെ യാത്ര ഉണ്ടായിരുന്നെങ്കിലും വളരെയേറെ കാലമായി ഇതൊക്കെ നിന്നുപോയിട്ടുള്ള ഒരവസ്ഥയിലുള്ളത്. നമുക്കിവിടെ ഒരു കളിയാട്ടം നടത്തണമെന്നൊരു ആവശ്യം ദേവപ്രശ്ന ചിന്തയിൽ വന്നപ്പോൾ കളിയാട്ടത്തിനൊപ്പം നെയ്യമൃത് സംഘത്തിൻ്റെ പയ്യാവൂരിൽ നെയ്യമൃത് സമർപ്പണം കൂടെ വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 62 വർഷത്തിന് ശേഷം ഈ മടത്തമ്പടി ക്ഷേത്രത്തിൽ ഇങ്ങനൊരു നെയ്യമൃത് സമർപ്പണത്തിൻ്റെ ഒരു ഉത്സവം നടക്കുന്നത്. പയ്യാവൂർ നെയ്യമൃത് സമർപ്പണത്തിന് കൊടകരുടെ നേതൃത്വത്തിൽ ഒരു അരി കൊണ്ടുവരുന്ന ചടങ്ങും അതുപോലെ തന്നെ ഓമനക്കാഴ്ച, അങ്ങനെ ഒരുപാട് ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവമാണ് പയ്യാവൂരിൻ്റെ ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ഭാഗമാവാൻ ഈ കൊക്കാനിശ്ശേരി ഭാഗത്തുള്ള നമ്മുടെ ഈ നെയ്യമൃത് സംഘത്തിനും ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് അതീവ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. ഏറെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. കളിയാട്ടം നടത്താനിലെ മുന്നോടിയായിട്ട് ഈ നെയ്യമൃത് പയ്യാവൂരേക്കിലെ നെയ്യമൃത് സമർപ്പണം നടത്തിയതിന് ശേഷമേ കളിയാട്ടത്തിൻ്റെ തീയതി നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലൊരു ഇത് വന്നു. അപ്പം അതിന് തയ്യാറായിട്ട് നാട്ടുകാരായിട്ട് നമ്മളെ ഇവിടെയിലെ അമ്പലമായി ചുറ്റപ്പെട്ടിലെ തറവാട്ടുകാരും മറ്റൊക്കെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ അത് ഈ കഴിഞ്ഞ മകരം 25 മുതൽ വീട്ടിൽ നിന്ന് വ്രതം എടുക്കാൻ തുടങ്ങി. നിൽക്കാൻ തീരുമാനിച്ചവരും കമ്മിറ്റിയിലെ എല്ലാവരും എടുക്കുന്നുണ്ട്, വ്രതം എടുക്കുന്നുണ്ട്. അപ്പോൾ വ്രതം എടുത്തിട്ട് നമ്മൾ കുംഭം സംക്രമത്തിന് മഠത്തിലിരിക്കാൻ ആരംഭിച്ചു. രാവിലെ 7-8 മണിക്കുള്ളിലാണ് ആ നെയ്യ് നടക്കുന്ന ചടങ്ങ്. ആ നെയ്യ് നിറച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഈ കയറെല്ലാം കാണിച്ചില്ലേ, അതിനെ കൊണ്ട് കെട്ടിയിട്ട് ബന്ധാക്കി വെച്ചിട്ട് നമ്മളെ ഈ കിരാതീശ്വര ക്ഷേത്രത്തിന് മേലെ കെട്ടിയിട്ട് അവിടെ ബന്ധായിട്ട് വെക്കും. താഴെയൊന്നും വെക്കാൻ പറ്റില്ല. അതിന് ശേഷം വൈകുന്നേരം ഉച്ചക്ക് ബാക്കിയിൽ ഇതിൻ്റെ കിരാതീശ്വരൻ്റെ വാള് ഒരു എഴുന്നേൽത്ത്, പിന്നെ നമ്മളൊരു മറ്റേ അതിൻ്റെ ഒരു കനലാട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട് കുയ്യെടുപ്പിൽ. അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അത് ഒരു ബാധ്യത്തോടെയാണ് നാളത്തെ ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ 7:21 രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ 5 മണിക്കുള്ളിൽ ഏകദേശം നമ്മളിവിടെ പുറപ്പെടും. ആ പുറപ്പെട്ട് നേരെ ഇപ്പോൾ പോകുന്ന ഇങ്ങനെ ഈ എള്ളരിഞ്ഞ് മഠത്തിലേക്കാണ്. ആ മഠത്തിൽ നിന്ന് അന്ന് അവിടെ ഹോൾട്ട് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കാൽനടയായിട്ട് നമ്മളെല്ലാം മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും ആൾക്കാർ ആടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് കാൽനടയാണ്. അവർ 3-4 മണിക്കൂർ നടക്കണം. ആ നടന്നിട്ട് ആ ക്ഷേത്രത്തിലെത്തിയിട്ട് അവിടുത്തെ ചടങ്ങിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചടങ്ങ് അതിനാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ വളരെയധികം കഠിനമായിട്ടുള്ള ഒരു വ്രതമാണത്. അത് ഇത്രയും ദിവസം വ്രതം എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ കയറുന്നതിൻ്റെ അകത്തേക്ക് വരെ ആ മടത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിക്ക് വരെ അതിൻ്റെ അകത്തേക്ക് പോയിക്കൂടാ. അത് വേറെ തന്നെ നമ്മൾ വിളക്ക് വെച്ച് അതിനെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് കിരാതേശ്വരന് തരുന്ന പ്രസാദം നമ്മൾ അതിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് അത് വേറെ തന്നെ ഒരു മറവ് തന്നെയാണ്. ആർക്കും കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഈ നെയ്യ് നിറച്ചാലും നമുക്ക് അവിടെ ഒന്ന് കാണിച്ചിട്ട് വേണം മറ്റുള്ളടത്ത് വെക്കാൻ. അപ്പോൾ അത്രയ്ക്കുള്ളൊരു ചടങ്ങാണ്. ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കുളിക്കാൻ മാത്രം അത് കടന്ന് അങ്ങോട്ട് കുളിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ക്ഷേത്ര ഭാരവാഹികൾ നമുക്ക് അവിടെ എത്തിച്ചു തരും. അതിനുള്ള സൗകര്യമെല്ലാം നമ്മൾ ആക്കിയിട്ട്